ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രാപിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോടടുത്ത് ചെല്ലണം. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ ലോകം എത്ര തന്നെ അനുഗ്രഹിച്ചാലും ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ പക്കൽ എത്താത്തിടത്തോളം കാലം അവരെ മനസ്സിൽ സ്വസ്ഥത അനുഭവിച്ചുകൊണ്ടല്ല ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർ അനുഭവിക്കുന്നത്. ദൈവം ഒരാളെ അനുഗ്രഹിച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അതിൻ്റെ പ്രക്രിയ പോകുന്നത്. അതായത് ഒരാളോട് ദൈവം ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ വരുന്ന നിലകളിലൂടെയല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം പോകുന്നത്. ദൈവത്തിന് അതിന് ദൈവത്തിൻ്റെതായ പദ്ധതികളും വഴികളുമുണ്ട്. ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായത് നിങ്ങളുമായി പങ്കുവയ്ക്കാനായി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാം വാക്യം വായിക്കട്ടെ. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. പഴയ നിയമപിതാക്കന്മാരിൽ ആദരണീയനായ യാക്കോബും ദൈവവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഈ വായിച്ച വാക്യം. ഈ വാക്യം കേട്ടാൽ ഒരുപക്ഷെ യാക്കോബ് അപ്പോൾ തീരെ അനുഗ്രഹമില്ലാത്ത ഒരാളാണ് എന്ന് ചിന്തിച്ചു പോകും. താൻ ഏതെല്ലാം നിലകളിൽ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന്, അല്ലെങ്കിൽ ദൈവം ഏതെല്ലാം നിലകളിൽ യാക്കോബിനെ അനുഗ്രഹിച്ചു എന്ന് താൻ തന്നെ പ്രസ്താവിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ. 10-ാം വാക്യത്തിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. വാസ്തവത്തിൽ ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ നിലകളിലുമുള്ള അനുഗ്രഹങ്ങൾ യാക്കോബിന് വേണ്ടി ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തനിക്ക് വേണ്ടത് ലോകത്തിൻ്റെ അനുഗ്രഹത്തിനപ്പുറമായി ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമാണ്. തൻ്റെ അപ്പനെയും തൻ്റെ സഹോദരനെയും വഞ്ചിച്ചു എന്ന വലിയൊരു കുറ്റബോധം യാക്കോബിനുണ്ട്. തൻ്റെ സഹോദരനോട് നിരപ്പ് പ്രാപിക്കാൻ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും താൻ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഏശാവായ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് തനിക്ക് നല്ല നിശ്ചയമില്ല. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയിട്ട് യാബോക്കടവിൽ താൻ ഏകനായിരിക്കുകയാണ്. തുടർന്ന് രാത്രിയുടെ ഓരോ യാമങ്ങളും യാക്കോബും ഒരാളും തമ്മിൽ മൽപ്പിടുത്തം നടക്കുകയാണ്. ഒരു സാധാരണക്കാരനുമായിട്ടല്ല താൻ മല്ല് പിടിക്കുന്നതെന്ന് യാക്കോബിന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, നീ എന്നെ അനുഗ്രഹിക്കണം. അതായത് അനുഗ്രഹം കൊടുക്കുവാൻ കഴിയുന്ന ഒരുവനുമായിട്ടത്രേ യാക്കോബ് മല്ല് പിടിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥനയിൽ പോരാടുക, അതിലൂടെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിച്ചെടുക്കുക. പ്രഭാതയാമമാകുവോളം മല്ല് പിടിച്ച് യാക്കോബിനെ വെറുങ്കയോട് അയക്കണമെന്ന പദ്ധതിയോടെ അല്ല അവിടെ ഇങ്ങനെ പറയുന്നത്, ഉഷസായി അല്ലെങ്കിൽ പ്രഭാതമായി എന്നെ വിടുക എന്ന് അല്ല, ഒരിക്കലുമല്ല. മറിച്ച് ഈ സമയത്തും യാക്കോബിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ദൈവത്തിന് ഒന്ന് കേൾക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തോടെ, അല്ലെങ്കിൽ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഒരു മരത്തോട് അവിടെ നിന്ന് വേരോടെ പറഞ്ഞു പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. യേശു പറഞ്ഞതായതുകൊണ്ട് തീർച്ചയായിട്ടും അത് സംഭവിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഒരിക്കലും മാറ്റമുണ്ടാകത്തില്ല എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മരം മാറുമെന്നും മല മാറുമെന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും മാറ്റമില്ലെന്ന് വിചാരിക്കുന്ന, ഒരിക്കലും മാറുകയില്ല എന്ന് വിചാരിക്കുന്ന, വ്യത്യാസമുണ്ടാകത്തില്ലെന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏത് അസാധ്യമെന്ന് മനസ്സ് പറയുന്ന വിഷയങ്ങളുടെ മേലും വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ നൽകി ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.